IAS ഉദ്യോഗസ്ഥർ അവരുടെ ഇടയിലുള്ള ഈ ഈഗോ, ഈ ക്ലാഷ്, ഇതിങ്ങനെ പരസ്യമായി വലിച്ചിട്ട് പൊതുമധ്യത്തിലേക്ക് ഇഴക്കേണ്ട ഒരു നമ്മൾ അങ്ങനെയല്ലല്ലോ IAS ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒരു പ്രതീക്ഷയുടെ പ്രശ്നമാണ്. കാരണം വെച്ചാൽ IAS ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഈഗോ പ്രശ്നങ്ങളോ തമ്മിൽ തല്ലുകളോ ഇങ്ങനെ പരസ്യമായിട്ട് പുറത്തേക്ക് വരാറില്ല എന്നുള്ളതല്ലോ. പല നിലയ്ക്ക് അത് പ്രതിഫലിക്കാറുണ്ട്. മുൻകാലങ്ങളിലൊക്കെ പല നിലയ്ക്ക് നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് വേറൊരു ഡയമെൻഷനിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഡയമെൻഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം ഈ N പ്രശാന്തിൻ്റെ കാര്യം എടുക്കാം. ഇവിടെ കളക്ടറേറ്റ്, കോഴിക്കോട് കളക്ടറൊക്കെ ആയിരുന്നു. കോഴിക്കോട് കളക്ടറായിരിക്കുക, കളക്ടർ ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയ, നമ്മൾ മാധ്യമങ്ങൾ തന്നെ വളരെയധികം ഹൈപ്പ് ഉണ്ടാക്കിയ ഒരാളാണ് ഈ പറയുന്ന N പ്രശാന്ത്. അന്ന് എനിക്ക് ഓർമ്മയുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, ഈ കളക്ടറായിരുന്ന N പ്രശാന്തും കോഴിക്കോട് MP ആയിരുന്ന MK രാഘവനും, ഇപ്പോഴും MP ആയിരിക്കുന്ന MK രാഘവനും തമ്മിലുണ്ടായൊരു തർക്കമാണ്. ആ തർക്കത്തെ തുടർന്ന് കളക്ടർ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടപ്പോൾ കളക്ടർ ഫേസ്ബുക്കിൽ ഏതോ ഒരു പ്രദേശത്തിൻ്റെ, കുന്നംകുളത്തിൻ്റെ മാപ്പ് ഇട്ടിട്ട് ഇതാണ് മാപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ N പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെയും ഈ പൊതുവിൽ IAS കിട്ടി വരുന്ന ഉദ്യോഗസ്ഥരുടെയും ഒരു മനോഭാവം പ്രതിഫലിക്കുന്നുണ്ട്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളായിട്ട് വരുന്ന ആളുകളെ ഞങ്ങൾ എങ്ങനെയാണ് വിലമതിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം ആണ് അന്ന് N പ്രശാന്ത്. ആ മനോഭാവത്തിൽ ഒരു മാറ്റവും പ്രശാന്തിന് ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഇന്നലെ ആരാണ് J മേഴ്സിക്കുട്ടിയമ്മ എന്ന്, ഹൂ ഈസ് ദാറ്റ് എന്ന് N പ്രശാന്ത് ചോദിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ N പ്രശാന്ത് എന്നുള്ള പേര് കേൾക്കാൻ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് J മേഴ്സിക്കുട്ടിയമ്മ എന്ന പേര് നമുക്കറിയാം. ഇപ്പോൾ പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടാകുമ്പോൾ, പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായി 100-ലധികം പേര് മരിക്കുന്ന ദിവസമാണ് J മേഴ്സിക്കുട്ടിയമ്മയുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹ വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ വരുന്നത് പെരുമൺ ദുരന്ത സ്ഥലത്ത് അതിൽപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതിനാണ് അന്ന് J മേഴ്സിക്കുട്ടിയമ്മ വരുന്നത്. N പ്രശാന്ത് എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെ ജനിച്ച് ജീവിച്ചാലും എന്താ പറയുക, ഓർക്കാൻ പോലും കഴിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമയാണ് J മേഴ്സിക്കുട്ടിയമ്മ എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള ആക്ഷേപവും ഇക്കാലത്തിനിടെ കേട്ടിട്ടില്ലാത്ത, പബ്ലിക് ലൈഫിൽ, അത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, അധികാരത്തിൻ്റെ ഭാഗമായി ജീവിച്ചിട്ട് ഇതുവരെ ഒരാക്ഷേപവും നേരിട്ടിട്ടില്ലാത്ത, ഏറ്റവും ഒടുവിൽ അവർ എന്താ പറയുക, തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ മന്ത്രിസ്ഥാനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ഒരു ആക്ഷേപം അവർക്കെതിരെ ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ വേറൊരു ആക്ഷേപത്തിന് കാരണം തന്നെ പ്രശാന്താണ് എന്നാണ് അവരുടെ പരാതി. അപ്പോൾ എന്താണെങ്കിലും ആ കാലയളവ് വരെ ഒരാക്ഷേപവും നേരിട്ടിട്ടില്ലാത്ത, പൊതുപ്രവർത്തനത്തിന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സന്നദ്ധനാവേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് മുൻ മാതൃക എത്രയോ കാലം മുമ്പ്, പെരുമൺ ദുരന്തം ഉണ്ടായത് ഏതോ കാലത്താണ്, എന്ന് വെച്ചാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ അന്ന് സ്വന്തം വിവാഹമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി നേരെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ മാത്രം മനസ്സുണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് N പ്രശാന്ത് ചോദിക്കുന്നത്, ആരാണ് അവർ എന്ന്. അങ്ങനെ ചോദിക്കാൻ മനസ്സുണ്ടാകുന്ന ഒരു ആൾ ഈ സിവിൽ സർവീസിൽ നിന്നല്ല, ഒരു ഉദ്യോഗസ്ഥ തലത്തിലും ഒരു ജനസേവനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനും ഇരിക്കാൻ യോഗ്യനല്ല. അത് അദ്ദേഹം MK രാഘവനെ കുന്നംകുളത്തിൻ്റെ മാപ്പിട്ടപ്പോൾ തന്നെ തെളിയിച്ചതാണ്. അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും N പ്രശാന്തിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാകുന്നത്. N പ്രശാന്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ജയതിലകിനെതിരെയും അല്ലെങ്കിൽ K ഗോപാലകൃഷ്ണനെതിരെയും ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ളതിന് വേറെ കാരണങ്ങളുണ്ടാവാം. അതിൽ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ ഈ കലാപം എന്ന് പറയുന്നത് ഒരു ഈഗോ പ്രശ്നം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഈഗോ പ്രശ്നത്തിനപ്പുറത്ത് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, K ഗോപാലകൃഷ്ണൻ, A ജയതിലക്, N പ്രശാന്ത്, ഇവരാണ് ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക മർമ്മപ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളറിയുന്ന ആളുകൾ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇതിന് പുറകിൽ ഏതൊക്കെ വ്യക്തികൾ, ഏതൊക്കെ IAS ഉദ്യോഗസ്ഥരുണ്ട്, ഏതൊക്കെ സെക്രട്ടറി തലത്തിലുള്ള ആളുകളുണ്ട്, ഏതൊക്കെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുണ്ട്, ഏതൊക്കെ ഡയറക്ടർമാരുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. ഈ ഡയറക്ടർമാരിൽ എത്ര പേർ K ഗോപാലകൃഷ്ണൻ തുടക്കമിട്ട, ഹാക്ക് ചെയ്ത് തുടങ്ങിയെന്ന് K ഗോപാലകൃഷ്ണൻ അവകാശപ്പെടുകയും ഇപ്പോൾ ഹാക്ക് ചെയ്തല്ല തുടങ്ങിയത്, ഗോപാലകൃഷ്ണൻ തന്നെ തുടക്കമിട്ടതാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ ഏതാണ്ട് വ്യക്തമാവുകയും ചെയ്ത മല്ലു
ഹിന്ദു മല്ലു ഓഫീസേഴ്സ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇതങ്ങനെ വളരെ ചെറിയൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ മുതൽ നിലനിൽക്കുന്ന ഈ IAS IPS തലങ്ങളിലൊക്കെയുള്ള വിഭാഗീയമായ ഗ്രൂപ്പിങ്ങുകൾ അത് നേരത്തെ മുതലുള്ളതാണ്. ആ ഗ്രൂപ്പിങ്ങുകളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രശാന്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്നത് കളപറിക്കുന്നത് തുടരും എന്നുള്ളത്. ആ പോസ്റ്റിൽ തന്നെയുണ്ട് അതിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ലൂസിഫർ എന്ന് പറയുന്ന മോഹൻലാൽ അഭിനയിച്ച പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയിലെ ഒരു ഡയലോഗിൽ നിന്നാണ് ആ പോസ്റ്റ് വരുന്നത്, കളപറിക്കൽ തുടരുന്നത്. അത് തന്നെയും ഒരു മനോഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ മനോഭാവം തന്നെയാണ് പ്രശ്നം. അത് ആരിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്.